എല്ലാവർക്കും നമസ്കാരം. ഇന്ന് എങ്ങനെ നമ്മൾക്ക് ദൈവസന്നിധിയിൽ നിന്ന് ഒരു വിടുതൽ ഏറ്റെടുക്കുവാനായിട്ട് പറ്റും, അല്ലെങ്കിൽ ദൈവം നമ്മളെ വിടുവിക്കുന്നതിൻ്റെ ഒരു കാരണം ഞാനിന്ന് നിങ്ങൾക്കൊന്ന് ജസ്റ്റ് പറഞ്ഞു തരുവാനാണ് ആഗ്രഹിക്കുന്നത്. ചെറിയൊരു മെസ്സേജാണ് തരുവാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഒരുപാട് പേരുടെ പ്രാർത്ഥനാ വിഷയങ്ങളൊക്കെ ഞാൻ കണ്ടു. ഒത്തിരി പേര് റിക്വസ്റ്റ് അയച്ചിട്ടുണ്ട്. അപ്പോൾ അവരോടൊക്കെ എനിക്ക് പറയുവാനുള്ളത്, ദൈവം നിങ്ങളെല്ലാം സ്നേഹിക്കുന്നു, ദൈവം നമ്മളെല്ലാം സ്നേഹിക്കുന്നു. നമ്മളെന്നും കരഞ്ഞുകൊണ്ടിരിക്കുവാനോ കണ്ണുനീര് ഒഴുക്കുവാനോ ഉള്ളതല്ല. ദൈവം നമ്മൾക്ക് ചിരിക്കുന്ന ഒരു സമയം, അല്ലെങ്കിൽ നമ്മൾക്ക് സന്തോഷിക്കത്തക്കവണ്ണമുള്ള ചില അത്ഭുതങ്ങളെ ദൈവം നമ്മളുടെ ജീവിതത്തിൽ ചെയ്യും. അതിന് യാതൊരു തർക്കവുമില്ല, അതിന് യാതൊരു മാറ്റവുമില്ല. അതുകൊണ്ട് ഒരുപാട് പേരുടെ വിഷമങ്ങൾ ഞാൻ കണ്ടു. എനിക്കതൊക്കെ വായിച്ചപ്പോൾ സങ്കടം തോന്നി. എന്തായാലും നമ്മൾക്ക് മനുഷ്യർക്ക് അത്രേ പറ്റത്തുള്ളൂ. നമ്മൾക്ക് പ്രാർത്ഥിക്കുവാനും സങ്കടപ്പെടുവാനും സഹതപിക്കുവാനും ഒക്കെ കഴിയത്തുള്ളൂ. എന്നാൽ നമ്മളുടെ ദൈവം ആരാണ്? നമ്മളുടെ ദൈവം നമ്മളുടെ പിതാവാണ്. ദൈവം നമ്മൾക്ക് വേണ്ടി ഇറങ്ങി വന്ന് പ്രവർത്തിക്കുക തന്നെ ചെയ്യും. എന്നും നമ്മുടെ കണ്ണുനീര് കേവലം ഒരു മനുഷ്യർക്ക് നമ്മളോട് കരുണ തോന്നുന്നുണ്ട് എങ്കിൽ ദൈവത്തിന് നമ്മളോട്, സ്വന്തം മക്കളായ നമ്മളോട് ദൈവത്തിന് എത്രയധികം കരുണ തോന്നും എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയുക. അതുകൊണ്ട് ഇന്ന് നമ്മൾ ദുഃഖത്തിലും വേദനയിലൂടെയും പ്രയാസത്തിലൂടെയും ഒക്കെയാണ് നമ്മൾ കടന്നു പോകുന്നതെങ്കിൽ ഓർക്കുക, നാളെ നമ്മളെ സന്തോഷിപ്പിക്കുന്ന ഒരു ദൈവപ്രവൃത്തി നമ്മളുടെ ജീവിതത്തിൽ വെളിപ്പെടുത്തുക തന്നെ ചെയ്യും. അപ്പോൾ അതിന് ഞാനൊരു ചെറിയൊരു ടിപ്സ് നിങ്ങൾക്കൊന്ന് പറഞ്ഞു തരാം. എന്ന് വെച്ചാൽ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. നമ്മൾക്കറിയാം, ദൈവത്തിൻ്റെ വചനം എന്ന് പറയുന്നത് എന്താണ്? ദൈവത്തിൻ്റെ വചനം എന്ന് പറയുന്നത് ഇരുവായുത്തിലുള്ള മൂർച്ചയേറിയ വാളാണ്. ഇനി അതുകൂടാതെ ദൈവവചനം ദൈവമാണെന്നും യോഹന്നാന്റെ സുവിശേഷത്തിനകത്ത് നമ്മൾ കാണുന്നുണ്ട്. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോട് കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഓർക്കുക, ഈ വചനത്തിൻ്റെ ശക്തി നമ്മൾ വിചാരിക്കുന്നതിനും അപ്പുറമാണ് എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയുക. അതുകൊണ്ട് ഞാനൊരു ചെറിയ വചനഭാഗമാവുന്നു നിങ്ങളോട് പറയുവാനായിട്ട് പോകുന്നത്. ആ വചനം നമ്മൾ വിശ്വാസത്തോടെ നമ്മൾ ഒരു കുറച്ച് ദിവസങ്ങൾ നമ്മളൊന്ന് ചൊല്ലുവാനായിട്ട്, അല്ലെങ്കിൽ പ്രാർത്ഥിക്കുവാനായിട്ട്, അല്ലെങ്കിൽ നമ്മളുടെ വാ കൊണ്ട് ഏറ്റു പറയുവാൻ നമ്മൾ തയ്യാറായി കഴിഞ്ഞാൽ അത്ഭുതങ്ങൾ നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ കാണുക തന്നെ ചെയ്യും. ഒറ്റ മാസം കൊണ്ട്, 30 ദിവസം കൊണ്ട് നമ്മളുടെയൊക്കെ ജീവിതത്തിൽ ദൈവം വലിയ വിടുതൽ അയക്കാൻ പോകുന്ന ഒരു വലിയൊരു മർമ്മമാണ് ഞാനിന്ന് പറഞ്ഞു തരുവാനായിട്ട് പോകുന്നത്. ഓക്കെ, അതിനാധാരമായിട്ട് ആവർത്തന പുസ്തകം അതിൻ്റെ 28-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ. ആവർത്തന പുസ്തകം 1-28 1 തൊട്ട് 13 വരെ. ഇനി അത് POC ബൈബിളിലോട്ട് വരുമ്പം നിയമാവർത്തനം 1-28 1 തൊട്ട് 13 വരെ. ഡ്യൂട്രോണമി 28-ാം അധ്യായം 1 തൊട്ട് 13 വരെ. ഈ ഒരു വചനഭാഗം എന്താണെന്നറിയാം, അത് ദൈവം കൊടുത്തിരിക്കുന്ന അനുഗ്രഹമാണ്. നമ്മൾ അതിൻ്റെ മുൻപും പിൻപും ഒന്നും നമ്മൾ നോക്കണ്ട. അതിനകത്ത് കുറേ ദൈവം പറഞ്ഞിട്ടുണ്ട്, നമ്മൾ അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ നമ്മൾക്കറിയാം. നമ്മളൊന്നും വലിയ കൊടുംപാവികളൊന്നും അല്ലല്ലോ. പക്ഷേ അങ്ങനെയാണെങ്കിൽ നമ്മൾ അതൊക്കെ ദൈവത്തോട് ഏറ്റു പറഞ്ഞ് ഉപേക്ഷിക്കണം. ഇനി അതുകൂടാതെ നമ്മളൊന്നും നോക്കണം, ബ്ലൈൻഡായിട്ട് നമ്മൾ ഈ വചനഭാഗം അങ്ങ് നമ്മൾ വിശ്വസിക്കുക. ഇത് വിശ്വസിക്കുന്നത് കൂടാതെ നമ്മൾ എന്ത് ചെയ്യണമെന്നറിയാമോ? എല്ലാ ദിവസവും രാവിലെയും ഉച്ചയ്ക്കും രാത്രിയിലും നമ്മളൊരു 3 പ്രാവശ്യം വെച്ചിട്ട് ഈ ഡ്യൂട്രോണമി 28-ാം അധ്യായം 1 തൊട്ട് 13 വരെ ഇത് നമ്മളൊരു 3 പ്രാവശ്യം വീതം നമ്മൾ 3 ടൈം എടുത്തിട്ട് നമ്മളിതൊന്ന് ചൊല്ലുക. എന്ന് വെച്ചാൽ ഞാൻ പറയുന്നത്, ചിലർ എന്താ പറയുക, ജോലിക്ക് പോകുന്നവരുണ്ടാകും, സ്കൂളിൽ പോകുന്നവരുണ്ടാകും. അപ്പോൾ അവർ വിചാരിക്കും ഉച്ചയ്ക്ക് ഞങ്ങൾക്ക് പറ്റത്തില്ലല്ലോ എന്ന് വിചാരിക്കും. നിങ്ങൾ ഭാരപ്പെടണം. ജോലി കഴിഞ്ഞ് വൈകുന്നേരം വരികയോ, അല്ലെങ്കിൽ സ്കൂൾ വിട്ട്, അല്ലെങ്കിൽ നിങ്ങൾ കോളേജ് വിട്ട് പഠനം കഴിഞ്ഞ് നിങ്ങൾ മടങ്ങി വരുന്ന സമയമുണ്ടല്ലോ. അപ്പോൾ ആ സമയത്ത്, വൈകുന്നേര സമയം, ആ സമയത്ത് നമ്മളിത് ഉച്ചയ്ക്കത്തേന് പകരം അപ്പം ചൊല്ലുക. രാവിലെ പോകുന്നതിന് മുൻപ് രാവിലെ നമ്മൾ ഇത് ചൊല്ലുക. അതായത് ഡ്യൂട്രോണമി 28-ാം അധ്യായം 1 തൊട്ട് 13 വരെ അത് രാവിലെ 3 പ്രാവശ്യം, അത് കഴിഞ്ഞ് ഉച്ചയ്ക്ക് അല്ലെങ്കിൽ വൈകുന്നേരം 3 പ്രാവശ്യം, അതുകൂടാതെ രാത്രിയിൽ നമ്മൾ കിടക്കുന്നതിന് മുൻപേ ഒരു 3 പ്രാവശ്യം വീതം നമ്മളിത് ചെയ്യുക. അപ്പോൾ ഒരു ദിവസം എത്രയായി? 9 പ്രാവശ്യം. ഓക്കെ, ഇനി ഇത് 9 പ്രാവശ്യം തന്നെ രാവിലെ അങ്ങ് വായിച്ചു തീർക്കാന്ന് അങ്ങനെയല്ല ചെയ്യേണ്ടത്. ഇങ്ങനെ നമ്മൾ ചെയ്യുക. ഒന്നെങ്കിൽ രാവിലെയും ഉച്ചയ്ക്കും രാത്രിയിലും, അല്ലെങ്കിൽ രാവിലെയും വൈകുന്നേരവും രാത്രിയിലും, ഇങ്ങനെ നമ്മൾ ചെല്ലുക. ഓക്കെ, എന്നിട്ട് അതുകൂടാതെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. നമ്മളുടെ ആവശ്യങ്ങളുടെ മുഖത്ത് നമ്മൾ ഇരിക്കുന്നത് ഏതാണോ, നമ്മൾക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് നമ്മൾക്ക് വിടുതൽ വേണ്ടത് നമ്മുടെ സാഹചര്യം. ഇനി എനിക്ക് എൻ്റെ ബന്ധനത്തിൽ നിന്ന് എന്നെ വിടുവിക്കണം, അങ്ങനെയാണോ, രോഗമാണോ, എന്താണോ, അത് നമ്മളൊരു പേപ്പറിൽ എഴുതുക. എന്നിട്ട് പേപ്പറിൽ നമ്മൾ വ്യക്തമായിട്ട് അത് എഴുതി വെക്കുക. എങ്ങനെയാണ് നമ്മൾ കർത്താവിനോട് പ്രാർത്ഥിക്കുന്നത് പോലെ തന്നെ, കർത്താവേ, എൻ്റെ ഈ ഒരു ആവശ്യം ഞാൻ അങ്ങയുടെ തൃപ്പാദത്തിൽ സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞ് നമ്മൾ എഴുതി വെക്കുക. എന്നിട്ട് എഴുതിയിട്ട് ഈ ഭാഗത്ത്, അതായത് നമ്മളിപ്പോൾ ചൊല്ലുന്ന ഈ ആവർത്തന പുസ്തകം അല്ലെങ്കിൽ നിയമാവർത്തനം ഡ്യൂട്രോണമി, ഓക്കെ, ഇതിനകത്ത് നമ്മൾ എന്താണ്, അതിൻ്റെ ആ 28-ാം അധ്യായത്തിൻ്റെ 1 തൊട്ട് 13 വരെയുള്ള അവിടെ നമ്മളങ്ങ് ആ ഒരു പേജിനകത്ത് നമ്മൾ ഈ പ്രാർത്ഥന റിക്വസ്റ്റ് അങ്ങ് വെക്കുക. ഓക്കെ, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഇത് ചൊല്ലിക്കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഈ പ്രാർത്ഥന റിക്വസ്റ്റ് നമ്മൾ ദൈവത്തിനോട് നമ്മളത് ഒരു 5 മിനിറ്റ് നേരം നമ്മൾ പ്രാർത്ഥിക്കുക. എന്നിട്ട് പ്രാർത്ഥിച്ചിട്ട് നമ്മളിങ്ങനെ രാവിലെയും
വൈകുന്നേരവും അല്ലെങ്കിൽ രാവിലെയും, ഉച്ചയ്ക്കും രാത്രിയിലും, അല്ലെങ്കിൽ രാവിലെയും വൈകുന്നേരവും രാത്രിയിലും നമ്മൾ ഇങ്ങനെയൊന്ന് പ്രാർത്ഥിച്ച് നോക്കുക. 30 ദിവസം ഞാൻ പറയുന്നു, 30 ദിവസം നിങ്ങളിത് ചൊല്ലുക. ഇനി അതുകൂടാതെ നമ്മൾ രാവിലെ എഴുന്നേൽക്കുന്ന പാടെ ഒരു ഗ്ലാസ് വെള്ളം എടുക്കുക. വെള്ളം എടുത്തിട്ട് നമ്മളതൊന്ന് ആ വെള്ളം ഒന്ന് കുടിക്കുന്ന വെള്ളം എടുത്തിട്ട് നമ്മളൊന്ന് പ്രാർത്ഥിക്കുക. വെള്ളത്തെ പ്രാർത്ഥിക്കുക, കർത്താവേ ഇതങ്ങയുടെ തിരുരക്തമായി മാറട്ടെ, കർത്താവേ ഇതങ്ങയുടെ തിരുരക്തത്തിൻ്റെ ശക്തി വെള്ളത്തിന്മേലൊന്ന് ഇറങ്ങട്ടെ കർത്താവേ എന്ന് പറഞ്ഞ് നമ്മളൊരു 2 വാക്കൊന്ന് പ്രാർത്ഥിച്ചിട്ട് നമ്മൾ ആ വെള്ളം കുറച്ചങ്ങ് നമ്മൾ കുടിക്കുക. പകുതി മുക്കാലും നമ്മൾ കുടിക്കുക. എന്നിട്ട് ബാക്കി നമ്മൾ ആയിരിക്കുന്ന വീടിനകത്തും അതിന് ചുറ്റുവട്ടവും നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് തളിക്കുക. ഓക്കെ, ഇങ്ങനെ നമ്മളൊരു 30 ദിവസം. ഇതൊക്കെ നമ്മുടെ ലോജിക്ക് നോക്കി ഒന്നും ചെയ്യണ്ട. എന്ന് വെച്ചാൽ നമ്മൾ അതിനെങ്ങനെയാണ് വെള്ളം തളിക്കാൻ ഇവിടെ വചനമുള്ളത് അങ്ങനെയാണെന്ന് ചോദിച്ചുകൊണ്ട് വരുന്നവർ നിങ്ങളങ്ങോട്ട് മാറി നിൽക്കുക. നിങ്ങളോടല്ല ഞാൻ പറയുന്നത്. എങ്ങനെയെങ്കിലും കർത്താവേ എനിക്കൊരു വിടുതൽ വേണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തികളുണ്ടല്ലോ, അവരോടാണ് ഞാൻ സംസാരിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ളവർ ഇങ്ങനെയൊന്ന് ചെയ്യുക. രാവിലെ ഒരു ഗ്ലാസ് വെള്ളം എടുക്കുക, ഒന്ന് പ്രാർത്ഥിക്കുക, അത് കുറച്ച് കുടിക്കുക, ബാക്കി നമ്മളൊന്ന് തളിക്കുക. തളിക്കുമ്പോൾ എന്താ പറയുന്നത്? യേശുക്രിസ്തുവിൻ്റെ രക്തം ഇവിടെ തളിക്കുന്നു, യേശുക്രിസ്തുവിൻ്റെ രക്തം ഇവിടെ തളിക്കുന്നു എന്നും പറഞ്ഞിട്ട് നമ്മൾ ആ വെള്ളം തളിക്കുക. എന്നിട്ട് നമ്മൾ പ്രാർത്ഥിക്കാനിരിക്കുക. എന്നിട്ട് പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ ഇത് ചൊല്ലുക. ഇത് ചൊല്ലിക്കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ പ്രാർത്ഥന റിക്വസ്റ്റ് എഴുതി വെക്കുക. അതും നമ്മളൊരു 5 മിനിറ്റ് നേരം പ്രാർത്ഥിക്കുക. ഇത് നിങ്ങളുടെ പ്രാർത്ഥന, ഡെയിലിയുള്ള പ്രാർത്ഥനയ്ക്ക് കൂടാതെ എക്സ്ട്രാ ചെയ്യേണ്ട ഒരു കാര്യമാണ് ഞാൻ പറയുന്നത്. അല്ലാതെ ഇത് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണമെന്നല്ല പറയുന്നത്. നമ്മൾക്ക് ഡെയിലി പ്രാർത്ഥനയുണ്ടല്ലോ, നമ്മളുടെ ജീവിതത്തിൽ പ്രാർത്ഥനയുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അതിൻ്റെ കൂട്ടത്തിൽ ഈ ഒരു പ്രാർത്ഥനയും കൂടെ നമ്മൾ ഉൾപ്പെടുത്തുക. എന്നിട്ട് 30 ദിവസം നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഇതൊന്ന് ചെയ്ത് നോക്കുക. ഇങ്ങനെ ചൊല്ലിക്കഴിയുമ്പോൾ എന്താണെന്നറിയാമോ? വലിയ അത്ഭുതങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുക തന്നെ ചെയ്യും. അതുകൊണ്ട് നിങ്ങൾ എന്നിട്ട് നിങ്ങൾക്ക് വിടുതൽ കിട്ടിക്കഴിയുമ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോയുടെ അടിയിൽ വന്നിട്ട് നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് അറിയിക്കണം കേട്ടോ. എനിക്ക് ഇന്ന അത്ഭുതം ദൈവം എൻ്റെ ജീവിതത്തിൽ ചെയ്തു എന്ന് നിങ്ങൾ അറിയിക്കണം. അതെന്തിനാണ്? എൻ്റെ പേരും പ്രശസ്തിക്കൊന്നും വേണ്ടിയിട്ടല്ല. കാരണം ഇത് ഞാൻ എൻ്റെ ബുദ്ധി കൊണ്ട് പറയുന്നതൊന്നുമല്ല. ഞാൻ ഓരോ ദിവസവും വീഡിയോ എടുക്കുമ്പോൾ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കും, ദൈവമേ ഇന്ന് ഞാൻ ചെയ്യേണ്ട ടോപ്പിക്സ്, ഇന്ന് ഞാൻ ഏത് ടോപ്പിക്സിനെ കുറിച്ചാണ് സംസാരിക്കേണ്ടതെന്നും ദൈവമൊന്ന് സംസാരിക്കണമേ എന്ന് പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത്. ഓക്കെ, അതുകൊണ്ട് ഞാൻ എൻ്റെ ബുദ്ധി കൊണ്ട് പറയുന്നതല്ല, ദൈവം എനിക്ക് പ്രേരണ തന്നിട്ട് ഞാൻ പറയുന്നത്. അതുകൊണ്ട് മഹത്വം ആർക്കാണ്? മഹത്വം ദൈവത്തിന് മാത്രമാണ് മഹത്വം കൊടുക്കുന്നതും. ഒപ്പം ഇവിടെ എഴുതണം എന്ന് പറയുന്നതും അനേകർക്ക് അതൊരു ആശ്വാസമാകണം. ആശ്വാസം മാത്രമല്ല, നിങ്ങളുടെ സാക്ഷ്യം പറയുന്നതുമാകും. അത് വായിക്കുന്നവർക്ക് എന്നാൽ എനിക്കും ഇങ്ങനെ ചെയ്യണമെന്നുള്ള ഒരാഗ്രഹം അവരുടെ മനസ്സിൽ വന്ന് അവരത് അങ്ങനെ തന്നെ അവരത് ചൊല്ലി അവരുടെ ജീവിതത്തിൽ അവർ വിടുതൽ ഏറ്റെടുക്കണം. ഓക്കെ, ദൈവത്തിന് മഹത്വം ഉണ്ടാകണം. അപ്പോൾ ഇതിനു വേണ്ടി മാത്രമാണ് ഞാൻ കമൻറ്റ് എഴുതണം എന്ന് പറഞ്ഞത്. നിങ്ങൾക്ക് വിടുതൽ കിട്ടിക്കഴിയുമ്പോൾ നിങ്ങളൊന്ന് സാക്ഷ്യം എഴുതണമെന്ന് ഞാൻ പറയുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇങ്ങനെയൊന്ന് ചെയ്ത് നോക്കിക്കേ. നമ്മൾ മറ്റൊന്നും നോക്കണ്ട, ഒന്നും നോക്കണ്ട. ഒരു പൊട്ടനെ പോലെ അല്ലെങ്കിൽ ഒരു പൊട്ടിയെ പോലെ നമ്മളിതങ്ങ് ഏറ്റെടുക്കുക, നമ്മളങ്ങ് വിശ്വസിക്കുക. എന്നിട്ട് നമ്മളിത് പറയണം. ഇനി ഇത് ഞാൻ ചൊല്ലണം, ഈ വചനം ചൊല്ലണമെന്ന് പറയുമ്പോൾ മനസ്സിലല്ല നിങ്ങൾ ചൊല്ലേണ്ടത്. അതുപോലെ തന്നെ ചിലരുണ്ട് ഈ എന്താ പറയുക, മൊബൈലിനകത്തോ ഐപാഡിനകത്തൊക്കെ എന്താണ് ഈ വചനം ഒച്ചത്തിൽ വെച്ചിട്ട് അത് കേട്ടുകൊണ്ട് നടക്കും. അങ്ങനെയല്ല ചൊല്ലേണ്ടത്. നിങ്ങളുടെ അടുത്ത് വചനമുണ്ടല്ലോ, ആ വചന പുസ്തകം നിങ്ങൾ തുറന്നിട്ട് നിങ്ങളുടെ വാഗുണ്ട് ശബ്ദം വെളിയിലോട്ട്, അതായത് നിങ്ങൾക്ക് തന്നെ ശബ്ദം കേൾക്കത്തക്ക വണ്ണം, ഒത്തിരി ഉച്ചത്തിൽ പറയണമെന്നൊന്നുമല്ല ഞാൻ പറയുന്നത്, എന്നാൽ ശബ്ദം വെളിയിലോട്ട് വരത്തക്ക വണ്ണം ഉള്ള സൗണ്ടിൽ നമ്മളത് പറയണം. എന്ന് വെച്ചാൽ നമ്മളുടെ വാഗുണ്ട് തന്നെ നമ്മളത് പറയണം. നമ്മളൊരു എന്താ പറയുക, വിശ്വാസ പ്രഖ്യാപനം നടത്തുക. ആ വചനത്തിലൂടെ നമ്മൾ വിശ്വാസ പ്രഖ്യാപനം നടത്തുകയാണ്. അതുകൊണ്ട് നമ്മളുടെ വാഗുണ്ട് പറയുക. എന്നിട്ട് ഇങ്ങനെ 3 പ്രാവശ്യം, ഓരോ പ്രാവശ്യവും ചൊല്ലിക്കഴിയുമ്പോൾ 3 പ്രാവശ്യം നമ്മളത് പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ എന്ത് ചെയ്യണം? ആ വചനത്തിൻ്റെ മേൽ നമ്മളുടെ കൈ അങ്ങ് വയ്ക്കണം. എന്നിട്ട് വെച്ചിട്ട് പറയണം. ഏത് 1 തൊട്ട് ഡ്യൂട്ടറോണമി 28-ാം അധ്യായം 1 തൊട്ട് 13 വരെ അതിൻ്റെ അങ്ങോട്ട് നമ്മളുടെ കൈ അങ്ങ് വെക്കണം. കൈ അങ്ങ് വെച്ചിട്ട് പറയണം, കർത്താവേ ഈ വചനം എൻ്റെ അവകാശമായി ഞാൻ ഏറ്റെടുക്കുന്നു, ഈ വചനങ്ങളെല്ലാം എൻ്റെ അവകാശമായി ഞാൻ ഏറ്റെടുക്കുന്നു എന്നും കൂടെ നിങ്ങളൊന്ന് പറയുക. ഓക്കെ, ഇങ്ങനെ പറഞ്ഞിട്ടൊരു 30 ദിവസം നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങളിതൊന്ന് ചെയ്ത് നോക്കും. തീർച്ചയായിട്ടും ദൈവം അത്ഭുതം ചെയ്യുക തന്നെ ചെയ്യും. കാരണം ദൈവം നമ്മളെ വിടുവിക്കുവാൻ ശക്തനായ ദൈവമാണ്. തൻ്റെ സ്വന്തം മക്കളെ വിടുവിച്ചില്ലെങ്കിൽ പിന്നെ ദൈവം ആരെയാണ് വിടുവിക്കുന്നത്, അല്ലേ? അതുകൊണ്ട് ദൈവം നമ്മളെ വിടുവിക്കുക തന്നെ ചെയ്യും. അതുകൊണ്ട് വിശ്വാസത്തോടെ നമ്മളിപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യം നിങ്ങളൊന്ന് ചെയ്യുക. എന്നിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ വിടുതൽ കിട്ടിക്കഴിയുമ്പോൾ നിങ്ങളൊന്ന് എഴുതുവാനും തയ്യാറാകരുത്. മറ്റൊന്നിനും വേണ്ടിയിട്ടല്ല, ദൈവത്തിൻ്റെ നാമമഹത്വം എടുക്കുവാൻ, നിങ്ങളുടെ സാക്ഷ്യം നിങ്ങൾ തന്നെ പ്രസ്താവിക്കുവാൻ, കേൾക്കുന്നവർക്കും കൂടെ അതൊരു അനുഗ്രഹമാക്കുവാൻ, അവരും കൂടെ അങ്ങനെ ഒന്ന് ചെയ്ത് ജീവിതത്തിൽ വിടുതൽ ഏറ്റെടുക്കുവാൻ വേണ്ടിയിട്ട് മാത്രമാണ് കേട്ടോ. എനിവേ, എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.